Good morning, all. Good morning. Okay. Last class, selection and hiring decision വരെയായിരുന്നു നിർത്തിയത്. എന്താണ് reference check, അതേപോലെ factors of reference check, methods of reference check. Last selection and hiring decisions ആയിരുന്നു നമ്മൾ നോക്കിയത്. അല്ലേ? അത്രയും വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? Then നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടിപ്സ് ഫോർ മേക്കിംഗ് റൈറ്റ് ഹയറിംഗ് ഡിസിഷൻ. കറക്റ്റ് ആയിട്ടുള്ള ഹയറിംഗ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന് വേണ്ടി ടിപ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഫോളോയിങ് ടിപ്സ് ഫോർ മേക്കിംഗ് ഹയറിംഗ് ഡിസിഷൻ. ഹയറിംഗ് ഡിസിഷന് താഴെ പറയുന്ന ടിപ്സ് നമ്മൾ ശ്രദ്ധിക്കണം. Employers must understand the difference between needs and wants. ആ ജോലിക്ക് ആവശ്യമുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ ആ ക്വാളിഫിക്കേഷൻസ്, സ്കില്ല് എന്തെല്ലാം വേണം എന്നുള്ളത് മനസ്സിലാക്കണം. ആരെ? എംപ്ലോയർ മനസ്സിലാക്കണം. ആ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട നീഡ്സുകൾ, അവരുടെ വാണ്ട്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദാറ്റ് ടു അണ്ടർസ്റ്റാൻഡ് സ്കിൽ വിച്ച് ആർ നെസസറി ടു പെർഫോം ദ ജോബ്. ആ ജോലി നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് വേണ്ട സ്കിൽസ് എന്തെല്ലാമാണ്, അതേപോലെ ആ ജോലി നമുക്ക് കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ എക്സ്പീരിയൻസും അഡീഷണൽ സ്കിൽസ് ഒക്കെ ആവശ്യമുണ്ട്. ആ ഒരു വ്യക്തിക്ക് ആ ഒരു സ്കിൽസ് ഉണ്ടോ എന്ന് നോക്കണം. Employer must prioritize the skills according to the nature of the job. ആ ജോബിന്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ പ്രയോറൈസ് ചെയ്യണം. ഇങ്ങനെ സ്കിൽസ് വേണം. ഇപ്പൊ ജസ്റ്റ് ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ നമ്മൾ പറയാണ് എംകോം വിത്ത് 5 years എക്സ്പീരിയൻസ് ഓർ CA വിത്ത് 2 years എക്സ്പീരിയൻസ്. അപ്പൊ ഇന്ന നമ്മൾ ഓരോ ജോബിനും അതിൻ്റെതായ സ്കിൽസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രയോറൈസ് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. എംപ്ലോയർ മസ്റ്റ് പ്രിപ്പയർ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ബിഫോർ കണ്ടക്ടിങ് ആൻ ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യണം? ഇന്റർവ്യൂവിൽ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എംപ്ലോയർ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. He and she should prepare the questions to guide which must include some behavioral interview questions. അതേപോലെ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിന്റെ ഒപ്പം തന്നെ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയുടെ ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. എംപ്ലോയർ ഷുഡ് ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് വിത്ത് കാൻഡിഡേറ്റ്സ്. നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻസിൽ ഇന്റർവ്യൂവിൽ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഹെൽപ്സ് ദ ഇന്റർവ്യൂവർ to find out how a candidate thinks and resolve a problem. ആ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ കാൻഡിഡേറ്റ്സ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ആ പ്രോബ്ലം എങ്ങനെ അവർ സോൾവ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എംപ്ലോയർ ഷുഡ് സ്റ്റേ അവേ ഫ്രം ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ലീഡിങ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കണേക്കും നല്ലത്. അതേപോലെ ലീഡിങ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മളത് കേട്ട് മനസ്സിലാക്കുക, അത് എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരുപാട് എന്ത് ചെയ്യണ്ട ഇങ്ങനെ ചോദിക്കേണ്ടതായിട്ടില്ല. നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായ ഓക്കെ, ഇത്രയും മതി. എംപ്ലോയർ ഷുഡ് ആസ്ക് സം പ്രോബബ്ലിംഗ് ക്വസ്റ്റ്യൻസ് ടു ദ കാൻഡിഡേറ്റ്സ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടി പ്രോബബ്ലിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം? എംപ്ലോയർ ചോദിക്കേണ്ടതായിട്ട് വരും. ഇത് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈ അന്വേഷണാത്മകമായിട്ടുള്ള ക്വസ്റ്റ്യൻ. പ്രോബബ്ലിംഗ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. It helps in identifying the knowledge and understanding of the candidates. അപ്പൊ അദ്ദേഹത്തിന്റെ നോളജ് എന്താണെന്നും അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നും മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. Employer should ensure the candidate give relevant information. അതേപോലെ എംപ്ലോയർ കാൻഡിഡേറ്റ്സിന് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. ആ ജോബിനെ കുറിച്ചിട്ട് ഏകദേശം ധാരണ നമ്മുടെ ഓർഗനൈസേഷന്റെ വർക്കിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാം. Some candidates assess the interview for online interview tips. നമ്മൾ സാധാരണയായിട്ട് എന്താ ചെയ്യുക? നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നെറ്റിൽ കയറും അല്ലെ, സെൽഫ് ഇൻട്രൊഡക്ഷൻ അടിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ ChatGPT ചെന്നിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? എന്നാ സെൽഫ് ഇൻട്രൊഡക്ഷൻ വേണമെന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോഴേക്കും ChatGPT എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പക്കയായിട്ട് സെൻഡ് ചെയ്ത് തരും. നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും കാണാപ്പാടം പഠിക്കും. കാണാപ്പാടം പഠിച്ചിട്ടായിരിക്കും നിങ്ങൾ എവിടെ പോകുന്നത്? ഇന്റർവ്യൂവിന് പോകുന്നത്. അപ്പൊ ഒരു ടൈം വരെ നമ്മൾ നല്ല കോൺഫിഡൻസോട് കൂടി നന്നായിട്ട് സംസാരിക്കും ഇംഗ്ലീഷിലൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞതൊക്കെ തീർന്നു കഴിയുമ്പോൾ ഒരു കാറ്റ് പോലെയാണ്. പിന്നെ നമ്മളൊന്നും അങ്ങനെയൊക്കെയായിരിക്കും സംസാരിക്കണേ. പക്ഷെ അങ്ങനെ പാടില്ല. നമ്മള് ഇന്റർവ്യൂവിന് നമ്മൾ പോകുമ്പോ എന്താണ്
കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കണം. എന്നാലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെസ്പോൺസ് ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണത് അതേപോലെ തന്നെയായിരിക്കും ഈ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ അല്ലെങ്കിൽ ആൻസർ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് കോപ്പി അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടേതായ ഒരു ലെവലിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പൊളൈറ്റ് ആയിട്ട് ആൻസർ പറയണം. They are prepared for interview and well aware of the standard questions. നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. നമ്മൾ എത്രയാണ് സാലറി എക്സ്പെക്ട് ചെയ്യുന്നത് അതവർ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഉറപ്പായിട്ട് ചോദിക്കും, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അത് നമ്മളോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ സാലറി എക്സ്പെക്ടേഷൻ എങ്ങനെയായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയായിരിക്കണം, ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. ഇനി എന്റെ ക്വാളിഫിക്കേഷനും എന്റെ ഒരു എക്സ്പീരിയൻസും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എത്രയാണോ സാലറി ഫിക്സ് ചെയ്യുന്നത് അതൊരിക്കലും കുറയില്ല എന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൊളൈറ്റ് ആയിട്ട് കുറച്ച് നമ്മൾ ആ ചോദ്യം ചോദിച്ചതിന് നേരിട്ട് ഒരു 50,000 എന്നൊക്കെ പറയണതിന് നല്ലതായിട്ട് നമ്മൾ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഗുഡ്വില്ലും പ്രസ്റ്റീജ് ഒക്കെ നോക്കിയിട്ട് നിങ്ങളൊരു സാലറി ഫിക്സ് ചെയ്തോളാൻ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അവര് impressed ആവാനുള്ള ചാൻസ് ഉണ്ട്. Employers should never accept standard response because an interview is an evaluation to see whether the candidate is suitable for the job or not. നമ്മൾ സ്റ്റാൻഡേർഡ് റെസ്പോൺസ് ആയിരിക്കില്ല എംപ്ലോയർ എപ്പോഴും എന്ത് ചെയ്യുന്നത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താണ്, സ്റ്റാൻഡേർഡ് റെസ്പോൺസ് ആണെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല കാൻഡിഡേറ്റ്സ് ആ ജോലിക്ക് ഓക്കെ ആണോ അല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിലയിരുത്താനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് റെസ്പോൺസിന് പകരം നമ്മളുടേതായ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് റെസ്പോൺസ് ചെയ്യാൻ. ഞാൻ ഉദ്ദേശിച്ചത് ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം, അവർ പറയുന്നതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം, പക്ഷെ നമ്മളുടേതായ രീതിയിൽ വേണം അത് എന്ത് ചെയ്യാനായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാൻ. നമ്മളിപ്പോ എന്തുമാവട്ടെ സെൽഫ് ഇൻട്രൊഡക്ഷനോ എന്താവട്ടെ നമ്മൾ അത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മളുടേതായ രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അത് പ്രസന്റ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ടിപ്സ് ഫോർ ഹയറിംഗ് ഡിസിഷൻ ആണ്. എംപ്ലോയർ നമ്മൾ ആ ജോബിന്റെ നീഡ്സും വാണ്ട്സും മനസ്സിലാക്കണം, അതിന് എന്തൊക്കെ സ്കിൽസ് വേണമെന്ന് മനസ്സിലാക്കണം. എംപ്ലോയർ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതില് ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യണം, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യണം, പിന്നെ പ്രോബബിളും ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യണം. ഇതെല്ലാം മനസ്സിലാക്കുന്ന കാൻഡിഡേറ്റ്സിന്റെ നോളജും അണ്ടർസ്റ്റാൻഡിംഗ് പവറൊക്കെ എത്രയാണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. പിന്നെ എംപ്ലോയർ എപ്പോഴും കാൻഡിഡേറ്റ്സ് എപ്പോഴും റെലവെന്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ ഓൺലൈൻ ഇന്റർവ്യൂ ടിപ്സ് ഒക്കെ നമ്മൾ അസസ് ചെയ്യാറുണ്ട്. അതേപോലെ സ്റ്റാൻഡേർഡ് റെസ്പോൺസ് ആരും പ്രതീക്ഷിക്കുന്നില്ല. സ്റ്റാൻഡേർഡ് റെസ്പോൺസിനും നല്ലത് നമ്മളുടേതായ റെസ്പോൺസ് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളുടേതായ രീതിയിൽ വേണം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസിനും എന്ത് ചെയ്യാനായിട്ട്, ഇന്റർവ്യൂവിൽ ആൻസർ ചെയ്യാനായിട്ട്. ദെൻ നമ്മൾ നോക്കുന്നത് ജോബ് ഓഫർ ആണ്. ഇന്റർവ്യൂ കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടി, ജോബ് ഓഫർ കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി. കേട്ടിട്ടുള്ളത് ഓഫർ ലെറ്റർ കേട്ടിട്ടില്ല? ഓക്കെ, നമ്മൾ ഇന്റർവ്യൂവിന് സെലക്ടഡ് ആയി കഴിഞ്ഞാൽ നമ്മളോട് അത് ഇൻഫോം ചെയ്യൂലേ, അതെങ്ങനെയാണ്, ഓഫർ ലെറ്ററിലൂടെയാണ്. നമ്മളിപ്പോ പറയും ഓഫർ ലെറ്റർ കിട്ടി, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഓഫർ ലെറ്റർ ആണ്, ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ജോബ് ഓഫർ അല്ലെങ്കിൽ ഓഫർ ലെറ്റർ എന്നൊക്കെ നമ്മൾ പറയും. ഇതാണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. എംപ്ലോയറിന്റെ ഭാഗത്ത് നിന്ന് എംപ്ലോയിക്ക് അല്ലെങ്കിൽ ആപ്ലിക്കന്റിനുള്ള ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഇത് മേ ബി പണ്ടൊക്കെ ഓറലായിരുന്നു, പണ്ട് എന്ന് പറഞ്ഞാൽ അത് ഓറലായിരുന്നു. ഇപ്പോ അതെങ്ങനെയാണ്, മേ ബി ടെലിഫോൺ വഴി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആണ്, റിട്ടേൺ ആണ് ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ് മേ ബി മെയിൽ ആയിരിക്കും നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോസ്റ്റൽ ലെറ്റേഴ്സ് വഴി നമുക്ക് എന്ത് ചെയ്യും, ഓഫർ ലെറ്റർ സെൻഡ് ചെയ്ത് തരും. ഇനി ഓഫർ ലെറ്ററിൽ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ജോബിനെ കുറിച്ചിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ഉണ്ടാവും, ഓഫർ ലെറ്റർ ഉണ്ടാവും. നമ്മൾക്ക് ഓഫർ ലെറ്റർ മേ ബി അക്സെപ്റ്റ് ചെയ്യാം ഓർ റിജക്ട് ചെയ്യാം. ടൈം പീരീഡ് ഉണ്ടാവും, ഇന്ന ടൈമിനുള്ളിൽ നമ്മൾ ആ ഓഫർ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റിജക്ട് ചെയ്യണം എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് എന്താണ് ഓഫർ ലെറ്റർ നോക്കാം. The offer of the employment is called job offer. നമ്മൾ ആ എംപ്ലോയ്മെന്റിനുള്ള ഓഫറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോബ് ഓഫർ എന്ന് പറയുന്നത്. It is an official communication on the part of the employer
to the applicant. ഇതൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ് ആരുടെ ഭാഗത്ത് നിന്ന്, എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് ആപ്ലിക്കന്റിലേക്കുള്ള ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഇൻ വിച്ച് ദ എംപ്ലോയർ ഓഫർ ദ ജോബ് ടു ദ ആപ്ലിക്കന്റ്. ഈ ഒരു കേസിൽ എംപ്ലോയർ എന്ത് ചെയ്യും, ആപ്ലിക്കന്റിന് ജോബ് ഓഫർ ചെയ്യും. ഇറ്റ് ക്യാൻ ബി ഓറൽ. ഓറൽ എന്ന് പറഞ്ഞാൽ വാക്കാൽ പറയുന്നതാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കുന്ന പോലെ നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് സെലക്ട് ചെയ്തു എന്ന് പറയുന്നതിനാണ് എന്ത് പറയുന്നത്, ഓറൽ. കൺവേഴ്സ്ഡ് ഓൺ ടെലഫോൺ ഓർ ക്യാൻ ബി റിട്ടേൺ. നമ്മൾ ഫോൺ വിളിച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് നമ്മൾ ലെറ്റർ സെൻഡ് ചെയ്തു. ഇൻ ദ ഫോം ഓഫ് ലെറ്റർ ഓർ ത്രൂ ഇലക്ട്രോണിക് മീഡിയ ലൈക്ക് ഇമെയിൽസ്. മേ ബി ലെറ്റർ ആണ്. ഇന്ന് നമ്മൾ PSK ഓഫർ ലെറ്റർ ഇങ്ങനെ വരുന്നത് ലെറ്റർ വഴിയാണ്, പോസ്റ്റിൽ വഴിയാണ്. പക്ഷെ നമ്മളൊരു കോർപ്പറേറ്റ് ജോബിനൊക്കെ എങ്ങനെയാണ് ഓഫർ ലെറ്റർ വരുന്നത്, മെയിൽ വഴിയാണ്. When the offer is in the written form, ഇനി റിട്ടേൺ ഫോമിലാണ് ഓഫർ എങ്കിൽ it should clearly mention the designation. നമുക്ക് എന്ത് ജോലിയാണ്, സാലറി എത്ര രൂപ നമുക്ക് സാലറി ആയിട്ട് കിട്ടും, ഡേറ്റ് ഓഫ് ജോയിനിങ് എന്നാണ് ജോയിൻ ചെയ്യേണ്ടത്, ആൻഡ് എനി പർട്ടിക്കുലർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ കോൺട്രാക്ട് സോറി ഓഫ് ദ എംപ്ലോയ്മെന്റ്. അതേപോലെ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി എന്തിലുണ്ടാവും, ഓഫർ ലെറ്റർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്തെല്ലാം കാര്യങ്ങളാണ് ഓഫർ ലെറ്റർ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഡെസിഗ്നേഷൻ, സാലറി, ഡേറ്റ് ഓഫ് ജോയിനിങ്, എനി ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇത്രയും കാര്യങ്ങൾ എന്തിലുണ്ടാവും, ഓഫർ ലെറ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. In case of non-academic hiring, before giving the job offer, it is necessary to get all the documents verified and authorized, and employer should be clearly explain the terms and conditions the job by the human resources department. നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആയിട്ടുണ്ടോ, നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ? അത് ചില ജോലികൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാല് നമ്മൾ ആ അപ്ലൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ, നമ്മളുടെ സർട്ടിഫിക്കറ്റുകൾ അവർ വെരിഫൈ ചെയ്യും. എന്നിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ജോബ് ഓഫർ തരുന്നത്. സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ജോബ് ഓഫർ തരുന്നത്. PSC ഇല്ലേ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ? ഇല്ലേ? ഇതല്ലോ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. സാധാരണ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്, കോർപ്പറേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളാണെങ്കിൽ എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്നത്. നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, നമ്മൾ എന്താണ് രജിസ്റ്റർ നമ്പർ കാര്യങ്ങളൊക്കെ അവർ എന്തെങ്കിലും ചെക്ക് ചെയ്യുന്നു. മേ ബി നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കും. ഇങ്ങനൊരു വ്യക്തിയുടെ ഒരു ഇയറിൽ നിങ്ങളുടെ പാസ് ഔട്ട് ആയിരുന്നു, അപ്പൊ അവർ രജിസ്റ്റർ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആള് പാസ് ഔട്ട് ആയിട്ടുണ്ടെന്നൊക്കെ വെരിഫൈ ചെയ്യുന്നു. അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അവർ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു റെഫറൻസ് പോലെ നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ റെഫറൻസ് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ ചെക്ക് ചെയ്യുള്ളൂ. ഓക്കെ. Once the employee sign the offer letter, accept all the terms and conditions, the offer become legally binding on the both employee and employer. നമ്മൾ ഓഫർ ലെറ്റർ സൈൻ ചെയ്യും. അപ്പൊ ചിലപ്പോൾ 2 കോപ്പി ഉണ്ടാവും, ഓഫർ ലെറ്ററിൽ 2 കോപ്പി ഉണ്ടാവും. ഒരു കോപ്പി നമ്മൾ സൈൻ ചെയ്തിട്ട് തിരിച്ചെന്ത് ചെയ്യണം, നമ്മൾ കമ്പനിക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കമ്പനിയിലെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. നമ്മൾ പിന്നെ ആ ഒരു കമ്പനിയിൽ ലീഗലി എംപ്ലോയി ആയിട്ട് മാറി അവിടുത്തെ എല്ലാ കണ്ടീഷൻസും ആര് തന്നെ ഫോളോ ചെയ്യണം, നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ഓഫർ, ജോബ് ഓഫർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓഫർ, അല്ലെങ്കിൽ ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ്, അല്ലെങ്കിൽ ഓഫർ ലെറ്റർ എന്നൊക്കെ പറയും. ഓഫർ ലെറ്ററിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്, ഇത് വരുന്നുണ്ട് കേട്ടോ. കാണിച്ച് നമുക്കൊരു ഫോർമാറ്റ് കിടക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ജോബ് ഓഫർ എന്ന് മനസ്സിലായോ? മനസ്സിലായില്ലേ? എന്താ ആരും റെസ്പോൺസ് ചെയ്യാത്ത? റെസ്പോൺസ് ചെയ്യുന്നോട്ടെ, കാരണം എന്താന്നാ, നിങ്ങൾക്ക് അത് ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടി ചോദിക്കാലോ. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് ജോബ് ഓഫർ ആണ്. എത്ര ടൈപ്സ് ജോബ് ഓഫർ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മള് ജോബ് ഓഫറിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓൺ ദ ബേസ് ഓഫ് കണ്ടീഷൻ, കണ്ടീഷന്റെ ബേസിൽ നമ്മൾ രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓഫർ ലെറ്ററിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടീഷൻ ഉള്ള ഓഫർ ലെറ്ററും, അല്ലെങ്കിൽ കണ്ടീഷൻ ഇല്ലാത്ത ഓഫർ ലെറ്റർ, അല്ലെങ്കിൽ ഫല ഓഫർ അതിൽ ഉണ്ടാവില്ല, കണ്ടീഷൻ ഉണ്ടാവില്ല. ദെൻ
ഓൺ ദ ബേസ് ഓഫ് കോമ്പൻസേഷന്റെ ബേസിൽ നമ്മൾ ഓഫർ ലെറ്ററിനെ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഓൺ ദ ബേസ് ഓഫ് കണ്ടീഷന്റെ ബേസിൽ നോക്കാം. ടൈപ്സ് ഓഫ് ജോബ് ഓഫർ. The offer of the employment can be divided into the following categories on the basis of condition, depending on the condition applied by the employer. ആരാണ് ഈ കണ്ടീഷൻ വെക്കുന്നത്? എംപ്ലോയർ ആണ്. An offer can be following types. 2 types ഉണ്ട്. കണ്ടീഷണൽ ജോബ് ഓഫറും ഫൈനൽ ജോബ് ഓഫറും. എന്തൊക്കെയാണ് കണ്ടീഷണൽ ജോബ് ഓഫറും ഫൈനൽ ജോബ് ഓഫർ എന്ന് പറയുന്നത്? When an organization put forward this job offer, it implies that the applicant is offered the job which is subject to condition put forward by the employer. ഈ ഒരു കണ്ടീഷണൽ ജോബ് ഓഫർ എപ്പോഴാണ് വെക്കുന്നതെന്ന് വെച്ചാൽ എംപ്ലോയർ പറഞ്ഞിട്ടുണ്ടാവും ഇന്നൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും എന്ന് ആര് പറഞ്ഞിട്ടുണ്ടാവും? എംപ്ലോയറെ ആ ഓഫർ ലെറ്ററിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. മേ ബി അത് ഡ്രഗ്സ് ടെസ്റ്റ് ആയിരിക്കാം. ഡ്രഗ്സ് ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഡ്രഗ്സ് ടെസ്റ്റ് വെരിഫൈ ചെയ്യണം. ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ആവാം, ഒരു കോൺട്രാക്ട് ആവാം. നിങ്ങൾ കേട്ടിട്ടില്ലേ കോൺട്രാക്ട് പീരീഡ് ഉണ്ടെന്നൊക്കെ? 2 years നമ്മൾ ആ സ്ഥാപനത്തിൽ നിന്ന് മാറാൻ പാടില്ല. കോൺട്രാക്ട് പീരീഡ് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ സൈൻ ചെയ്യുള്ളൂ. അങ്ങനെ കേട്ടിട്ടുണ്ടോ? കണ്ടീഷണൽ ഓഫർ ആണ് കോൺട്രാക്ട് പീരീഡ് വരുന്നത്. മേ ബി 2 years ഒക്കെ പറയാറുണ്ട് ചില ഓർഗനൈസേഷൻസ്. കേട്ടിട്ടില്ല? ഇനി നിങ്ങൾ ജോലിക്കൊക്കെ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടീഷണൽ അല്ല ഈ കോൺട്രാക്ട് പീരീഡിന്റെ ഒക്കെ കാര്യം. കോൺട്രാക്റ്റിൽ വരുമ്പോൾ ഒരു എഗ്രിമെന്റിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ സ്ഥാപനത്തിൽ തന്നെ 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് നമ്മൾ സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. The condition may include undergoing the test such as drugs test. ആ കണ്ടീഷൻ മേ ബി എങ്ങനെയൊക്കെ ആവാം? ഡ്രഗ്സ് ടെസ്റ്റ് ആവാം, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ആവാം, or any other clause put by the employer that is taken care of before finalizing the offer. നമ്മൾ ആ ഓഫർ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എന്ത് ചെയ്യണം? ഫുൾഫിൽ ചെയ്യണം. This condition must be accepted by the applicant. ഒന്നില്ലെങ്കിൽ ഈ കണ്ടീഷൻ എന്ത് ചെയ്യണം? ആപ്ലിക്കന്റ് അക്സെപ്റ്റ് ചെയ്യണം. When an offer is made conditionally, ഒരു ഓഫർ കണ്ടീഷണലി നമ്മൾ പേഡ് ചെയ്യുകയാണെങ്കിൽ the employee is not legally bound until he agrees the terms and conditions mentioned in the offer letter and meet all specified requirements. നമ്മൾ ആ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്നത് വരെ നമ്മൾ എന്താണ്? നോട്ട് ലീഗലി ബൗണ്ട് ആണ്. നമ്മളത് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി വരും. നമ്മൾ കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, എന്താണ് കണ്ടീഷണൽ ഓഫർ എന്ന് പറയാം. നമ്മൾ ആ എഗ്രിമെന്റിൽ ഓഫർ ലെറ്ററിൽ എന്തുണ്ടാവും? സ്പെസിഫൈഡ് കണ്ടീഷൻ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആര്? എംപ്ലോയർ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ മാത്രം ഞങ്ങളുടെ സ്ഥാപനത്തിൽ എന്ത് ചെയ്യാം? വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മേ ബി ഡ്രഗ്സ് ടെസ്റ്റ് ആവാം, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ആവാം, 2 years മിനിമം ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്നാവാം. മേ ബി എന്തോ ആവാം, ഒരു കണ്ടീഷനാണത്. കണ്ടീഷൻ ഓഫർ മേ ബി ആപ്ലിക്കന്റ് അക്സെപ്റ്റ് ചെയ്യാം ഓർ റിജക്ട് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ലീഗലി ബൗണ്ട് ആവാം. അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നോട്ട് ലീഗലി ബൗണ്ട് ആണ്. അദ്ദേഹത്തിന് ലീഗലി ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല അത് ഫുൾഫിൽ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഫൈനൽ ഓഫർ. When an applicant is given a final offer letter, ഒരു ആപ്ലിക്കന്റ് ഫൈനൽ ഓഫർ ലെറ്റർ തരാണെങ്കിൽ he is not required to fulfill any condition. അദ്ദേഹത്തിന് ഫൈനൽ ഓഫർ ലെറ്റർ ആണ് എംപ്ലോയർ കൊടുത്തിരിക്കുന്നെങ്കിൽ അവിടെ കണ്ടീഷന്റെ കാര്യമൊന്നുമില്ല. ഡേറ്റ് ഓഫ് ജോയിനിങ് കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ആ ഡേറ്റിൽ പോയിട്ട് ജോയിൻ ചെയ്യണം. ആ ഡേറ്റിനുള്ളിൽ പോയിട്ട് ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ ആ ഓഫർ ലെറ്റർ എന്തായി മാറും? ലാപ്സ് ആയിട്ട്. When an applicant is given a final offer letter, he is not required to fulfill any condition. നമ്മൾ എംപ്ലോയർ നമുക്ക് ഫൈനൽ ഓഫർ ലെറ്റർ ആണ് തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ വേറെ കണ്ടീഷൻസ് ഒന്നും ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടില്ല. The moment the applicant accepts the offer letter, he becomes legally bound to the terms and conditions of the organization employment contract. നമ്മൾ എപ്പോഴാണോ ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്നത് അപ്പോൾ മുതൽ നമ്മൾ ലീഗലി ബൗണ്ട് ആയി. ഓർഗനൈസേഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ റിലേറ്റഡ് ടു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. നമ്മൾ ലീഗലി അപ്പോഴാണ് ബൗണ്ട് ആവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ജോബ് ഓഫർ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ടൈപ്സ് ഓഫ് ജോബ് ഓഫർ പറഞ്ഞു. അതിൽ കണ്ടീഷണൽ ബേസിൽ 2 ആയിട്ട് നമ്മൾ ജോബ് ഓഫറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കണ്ടീഷണൽ ജോബ് ഓഫർ എന്നും ഫൈനൽ ജോബ് ഓഫർ എന്നുമാണ്
രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് ജോബ് ഓഫർ എന്നും എന്താണ് കണ്ടീഷണൽ ജോബ് ഓഫറും എന്താണ് ഫൈനൽ ജോബ് ഓഫർ എന്നൊന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്തിട്ട് പറയണോ കേട്ടോ. എടാ രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൽ കണ്ടീഷൻ ഉണ്ടാവും, ഇനി കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഫൈനൽ ഓഫറിൽ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടാവില്ല. ഡിഫറൻസ് കണ്ടീഷണൽ ജോബ് ഓഫറിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടാവും. ഫൈനൽ ജോബ് ഓഫറിൽ കണ്ടീഷൻ ഉണ്ടാവില്ല. നോട്ട് റിക്വയർഡ് നോക്കുക, മാർക്ക് ചെയ്തിട്ട് തരാം. മനസ്സിലായോ? അതവിടെ തന്നെ പറയുന്നുണ്ട് കേട്ടോ അവര്. ഇവിടെയാണെങ്കിൽ സബ്ജക്ട് ടു സം, വിച്ച് സബ്ജക്ട് ടു സം കണ്ടീഷൻ. ഇവിടെ നോട്ട് റിക്വയർഡ് ടു ഫുൾഫിൽ എനി കണ്ടീഷൻ മാർക്ക് ചെയ്തിട്ടാ മതി. സിമ്പിൾ ആണ്. ഇനി വരാൻ പോകുന്നത് ഓൺ ദ ബേസ് ഓഫ് കോമ്പൻസേഷൻ ഡിസിഷൻ. കോമ്പൻസേഷൻ അറിയാലോ, സാലറി ഓർ വേജ്. അപ്പൊ കോമ്പൻസേഷൻ ഡിസിഷന്റെ പ്രകാരം നമ്മൾ 4ആയിട്ട് ഓഫർ ലെറ്ററിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ കോമ്പൻസേഷൻ ഡിസിഷൻ ഓഫർ ലെറ്റർ ക്യാൻ ബി ഡിവൈഡ് അണ്ടർ ദ ഫോളോയിങ് കാറ്റഗറീസ്. താഴെ പറയുന്ന കാറ്റഗറീസ് ആയിട്ട് ഓഫർ ലെറ്ററിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇതിന്റെ മലയാളം പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. എന്നിട്ട് നമുക്കത് വായിക്കാം. ലോ ജോബ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 4ആയിട്ടാണ് പറഞ്ഞത്. ജോബ് ഓഫർ, ലോ ജോബ് ഓഫർ, കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ, ഹൈ ജോബ് ഓഫർ ആൻഡ് മാക്സിമം ജോബ് ഓഫർ. ഈ ലോ ജോബ് ഓഫർ എന്ന് പറഞ്ഞാല് ഈ ഒരു ജോബ് ഓഫറിലാണെങ്കിൽ സാധാരണ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന റേറ്റിനേക്കാളും മാർക്കറ്റിൽ കൊടുക്കുന്ന കോമ്പൻസേഷനേക്കാളും കുറവായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, നമുക്ക് എന്തില്ല ഓഫർ ലെറ്ററിൽ പറയുന്നത്. ഇപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ ഒരു 20,000 ഉണ്ടെന്ന് വിചാരിക്കും സാലറി. ആ ഒരു ജോബിന് 20,000 രൂപ, കുറച്ചാ പറയുന്നത്, 20,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ പക്ഷെ കമ്പനി എന്ത് ചെയ്യും, ഓഫർ ചെയ്യുമ്പോൾ 10,000. മനസ്സിലായോ? അവര് ശരിക്കും മാർക്കറ്റിൽ 20,000 രൂപ ഉള്ള ജോലിക്ക് കമ്പനി ഓഫർ ചെയ്തിരിക്കുന്നത് എത്രയാണ്, 10,000 രൂപയാണ്. സോ ഇതാണ് ലോ ജോബ് ഓഫർ. ഓക്കെ, മാർക്കറ്റിൽ ഉള്ളതിനേക്കാളും കുറവ് പൈസക്കാണ് നമ്മൾ ജോലി ഓഫർ ചെയ്യുന്നത്. മേ ബി ഇത് ചെയ്യുന്നത് നമ്മുടെ ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ലേബറിന് വരുന്ന ചെലവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ ആ ബേസിക് മാത്രമായിരിക്കും സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ കുറയ്ക്കുന്നത്. ബാക്കിയുള്ള അലവൻസ് ഒക്കെ നമ്മൾ അത്യാവശ്യം കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേംസ്, നല്ല ഗുഡ് വില്ലുള്ള ഫേംസിന് മാത്രമേ ഈ ഒരു ഓഫർ വെക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ നല്ല ഗുഡ് വില്ലുള്ള ഫേമിൽ മാത്രമായിരിക്കും സാലറി കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ലോ ജോബ് ഓഫർ എന്ന് മനസ്സിലായോ? നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. The type of offer in which the employer
cost of hiring is kept to low maximum possible extent. അവര് മെയിൻ ആയിട്ട് ഏം ചെയ്യേണ്ടതാണ്, അവര് എംപ്ലോയിക്ക് കൊടുക്കേണ്ട കോസ്റ്റ് ഓഫ് ഹയറിംഗ്, അതേപോലെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്ന ചെലവുകൾ മാക്സിമം എന്തോരം കുറയ്ക്കാൻ പറ്റുമോ അതായിരിക്കും അവരുടെ മൈൻഡിൽ ഉണ്ടാകുന്നത്. ഇങ്ങനെ വരുന്ന ആ ഒരു ഓഫറിനെയാണ് ഇറ്റ് കോൾഡ് ലോ ജോബ് ഓഫർ. ലോ ജോബ് ഓഫർ. The compensation package offered along with benefits. നമുക്ക് സാധാരണയായിട്ട് കോമ്പൻസേഷൻ പാക്കേജും എന്തുണ്ടാവും, അതേപോലെ തന്നെ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതെങ്ങനെയായിരിക്കും നോക്കാം. ഇൻസെന്റീവ് ഈസ് ബിലോ ദ മാർക്കറ്റ് റേറ്റ്. മാർക്കറ്റ് റേറ്റിനേക്കാളും മാർക്കറ്റിൽ കൊടുക്കുന്ന മറ്റ് എംപ്ലോയീസിന് മറ്റ് സ്ഥാപനങ്ങളിൽ കൊടുക്കുന്ന റേറ്റിനേക്കാളും കുറവായിരിക്കും. ബിലോ ദ മാർക്കറ്റ് റേറ്റ് നമ്മൾ കൊടുക്കുന്നത് മാർക്കറ്റ് റേറ്റിനേക്കാളും കുറവായിരിക്കും. നെഗോട്ടിയേഷൻ ഓൺ ഓഫർ ഫർദർ മൈറ്റ് ബി ഡിനൈഡ്. മേ ബി ഇതെന്ത് ചെയ്യാനോ ചാൻസ് കൂടുതൽ ഡിനേ ചെയ്യും. എനിക്കിപ്പോ ഞാനൊരു എക്സ്പെക്ട് ചെയ്യുന്നത് 25,000 ആണെങ്കിൽ എന്നോട് പറയാണ് 50,000 വന്ന് ജോലി ചെയ്യാൻ, ഞാൻ പോകുമോ? ഇല്ല. കാരണം എന്താണ്, എനിക്ക് ആ മാർക്കറ്റിൽ അതിനേക്കാളും നല്ല സാലറിക്ക് ജോലി കിട്ടും, സോ ഞാൻ പോകില്ല. ഓക്കെ. ദ കോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ദാറ്റ് വർക്ക് ഓൺ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി. കോസ്റ്റ് ലീഡർഷിപ്പ്, കോസ്റ്റ് കുറച്ച് ഇങ്ങനെ ബിസിനസ് റൺ ചെയ്യാം എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഇവിടെ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ഐ ലുക്ക് ഫോർവേഡ് ടു ഗോയിങ് ഫോർ ലോ ജോബ് ഓഫർ ആസ് ഇറ്റ് കൺട്രോൾ ലേബർ കോസ്റ്റ്. അപ്പൊ ഈ ഒരു മെത്തേഡ് ആരാ അപ്റ്റ് ചെയ്യുന്നത്? കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ്. അവരുടെ മെയിൻ എയിം എന്താണ്? ലേബർ കോസ്റ്റ് കുറയ്ക്കാം. ലേബർ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം എന്നാണ് അവര് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്ന ഒരു എയിം എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മച്ച് എഫക്റ്റീവ് ഫ്രം ദ പെർസ്പെക്റ്റീവ്സ് ഓഫ് ടാലന്റ് റിട്ടൻഷൻ. ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആ ഒരു സാലറിക്ക് അവർ വർക്ക് ചെയ്യോ? ഇല്ല. പ്രൊഫഷണൽ ആപ്ലിക്കന്റ് ഹു നോട്ട് അക്സെപ്റ്റ് ദ ലോ ജോബ് ഓഫർ. ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒരു കാരണവശാലും ആ ജോബ് ഓഫർ എന്ത് ചെയ്യില്ല, അക്സെപ്റ്റ് ചെയ്യില്ല. ലോ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യില്ല. ഇത് such offer are also misfit for important position, especially in organization following a differentiation strategy. Those who competitive advantage is depends on research which demands skilled professionals. Simple ആണ്, സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഒക്കെ വേണം. ടാലന്റഡ് ജോബ് അല്ലെങ്കിൽ ആ ടാലന്റഡ് ആയിട്ടുള്ള ജോബ് ഒക്കെ ചെയ്യാൻ വേണമെങ്കിൽ ഈ ലോ ജോബ് ഓഫർ വെക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അവരെന്ത് ചെയ്യില്ല, നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യില്ല. Thus, the low job offer are not suitable for the top positions. അപ്പൊ ലോ ജോബ് ഓഫർ എന്ന് പറയുന്നത് നോട്ട് സ്യൂട്ടബിൾ ആണ്, ടോപ്പ് പൊസിഷൻസിന് നോട്ട് സ്യൂട്ടബിൾ ആണ്. ആസ് ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ ഫോർ ഓർഗനൈസേഷൻ ടു ഹയർ ടാലന്റഡ് ഇൻഡിവിജ്വൽസ് ആസ് ലീഡർ. അപ്പൊ നമ്മള് ടാലന്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ലീഡർ ഒക്കെ ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു ലോ ജോബ് ഓഫർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ അവർ വർക്ക് ചെയ്യില്ല. ഈ സ്ട്രാറ്റജി വർക്ക് ആർക്കാണ് വർക്ക് ചെയ്യുന്നത്? അധികം ക്വാളിറ്റി ഒന്നും വേണ്ടാത്ത എംപ്ലോയീസ് ഉണ്ടാവില്ലേ, എന്ന് വെച്ചാൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന വർക്കേഴ്സിന്, അവർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ജോബ് ഓഫർ വെക്കാം. ദിസ് സ്ട്രാറ്റജി വർക്ക് ബെസ്റ്റ് ഇൻ ഫില്ലിംഗ് ഓപ്പണിംഗ് ഫോർ ദ പൊസിഷൻ വേർ ദ ക്വാളിറ്റി ഓഫ് ദ എംപ്ലോയി ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്. എംപ്ലോയിയുടെ ക്വാളിറ്റി അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത ജോബുകൾക്ക് ഈ ഒരു ഓഫർ എന്താണ്, ഓക്കെ ആണ്. നമുക്ക് ആ വർക്ക് ക്വാളിറ്റി അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബുകൾക്ക് ഈ ഒരു ഓഫർ ആപ്ലിക്കബിൾ ആണ്. ദ ടാസ്ക് നീഡഡ് ലോ സ്കിൽഡ് ആൻഡ് പ്രൊഫഷണൽ എംപ്ലോയീസ് ആൻഡ് ഹൈ ടേൺ ഓവർ റേറ്റ് ഈസ് ടോളറബിൾ. എന്ന് വെച്ചാൽ ലോ സ്കിൽഡ് ആവാം, അത് പ്രൊഫഷണൽ എംപ്ലോയീസ് സീസണൽ ആയിട്ട് വരുന്ന എംപ്ലോയീസ് ആവാം. ഹൈ ടേൺ ഓവർ റേറ്റ് എന്ന് വെച്ചാൽ ഹൈ ടേൺ ഓവർ റേറ്റ് എന്ന് പറഞ്ഞാല് എപ്പോഴും കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ എംപ്ലോയീസ് ഒക്കെയാണ്. അങ്ങനത്തെ ഒരു ജോബ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഓഫർ വെക്കാം. എപ്പോഴും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. മേ ബി ഞാനൊരു എക്സാമ്പിൾ പറയാം. സെയിൽസ് സ്റ്റാഫുകൾ ഉണ്ടല്ലോ, സെയിൽസ് സ്റ്റാഫുകൾ ഇപ്പോ നമ്മള് ഡോർ ടു ഡോർ സെയിൽ ഉണ്ടല്ലോ, അതോ അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ ഏതാണ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിലൊക്കെ സെയിൽസിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ, അവർക്കൊക്കെ എന്താണ് അധികം സ്കിൽഡ് ആയിട്ടുള്ള സ്കില്ല് വേണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ജോബുകൾക്ക് ഈ ലോസ് ജോബ് ഓഫർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അവരുടെ സാലറി നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒത്തിരി സമയം അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ 9 hours ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്താണ്, തുച്ഛമായ സാലറി ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ അതാണ് ലോ ജോബ് ഓഫർ. നമുക്ക് മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ കുറവ് റേറ്റിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് ഓഫർ കൊടുക്കുന്നത്. ദാറ്റ്സ് എ ലോ ജോബ് ഓഫർ.
Although this strategy can be give adequate applicants, keeping the organization status and image in danger. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജി എപ്പോഴും ലോ ജോബ് ഓഫർ ആണ് നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ സ്റ്റാറ്റസ് മോശമാണ് എന്ന് വിചാരിക്കുക. അതേപോലെ ഇമേജ് ഗുഡ് വില്ല് കുറവായിരിക്കുള്ളൂ. കാരണം അവർ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് തന്നെ പറയും, ഞങ്ങൾക്ക് ഇവിടെ വലിയ സാലറി ഒന്നും ഇല്ല, ഇവിടെ വർക്ക് ചെയ്തിട്ട് വലിയ സാലറി ഒന്നും ഇല്ല എന്ന് പറയും. അപ്പൊ ഒരു ഗുഡ് വില്ലിന് പോരായ്മയാണ്. പിന്നെ ലോ ജോബ് ഓഫർ എന്ന് പറഞ്ഞാല് ഒന്നുകൂടി ഞാൻ പറയാം, ലോ ജോബ് ഓഫർ എന്താണ്. നമ്മള് മാർക്കറ്റ് റേറ്റിനേക്കാളും കുറവായിരിക്കും അവർക്ക് കൊടുക്കുന്ന വേജ് അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നത്. ഇത് നമ്മള് പ്രൊഫഷണൽ ജോബുകൾക്കോ അല്ലെങ്കിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനൊന്നും ഈ ഒരു ജോബ് ആപ്ലിക്കബിൾ അല്ല. ഇത് ആപ്ലിക്കബിൾ ആകുന്നത് അൺസ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്, അതേപോലെ എംപ്ലോയീസിന്റെ ക്വാളിറ്റി അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത ജോബുകൾക്കാണ് ഈ ഒരു ജോബ് ആപ്ലിക്കബിൾ ആകുന്നത്. ദെൻ ലോ സ്കിൽഡ് വർക്കേഴ്സിനാണ് കുറച്ചും കൂടി ഈ ഒരു രീതിയിൽ വരുന്നത് ഓഫർ വരുന്നത്. ഓക്കെ, എന്താണ് ലോ ജോബ് ഓഫർ? ആ കാര്യം കണ്ടന്റ് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, ഇന്ന് വായിച്ചു നോക്കിയേ എന്താണ് ലോ ജോബ് ഓഫർ എന്ന്. ക്ലിയർ ആയോ എന്താണ് ലോ ജോബ് ഓഫർ എന്നുള്ളത്? ഇനി കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ ആണ് കേട്ടോ. ഇനി നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ജോബ് ഓഫർ ആണ്, കോമൺലി നമ്മൾ കാണുന്ന ഒരു ജോബ് ഓഫർ ആണ്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എത്ര രൂപയാണോ സാലറി കൊടുക്കുന്നത് സെയിം സാലറി പാക്കേജ് നമ്മൾ ഓഫർ ചെയ്യും. ഒരു അക്കൗണ്ടന്റിന് 45,000 ആണ് കോമ്പറ്റീറ്റേഴ്സ് ഓഫർ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും? 45,000 നമ്മുടെ അക്കൗണ്ടിന് കൊടുക്കും. ദാറ്റ് ഇസ് കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എത്രയാണ് സെയിം ഇൻഡസ്ട്രിയിൽ ആ സിമിലർ പൊസിഷനിൽ എത്രയാണോ സാലറി കൊടുക്കുന്നത് അതേ സാലറി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളുടെ എംപ്ലോയീസിന് കൊടുക്കുന്നത്. ഇൻ ദിസ് ടൈപ്സ് the salary offered to the applicant is at par with a similar position in other organization of the same industry. ആ സെയിം ഇൻഡസ്ട്രിയിലുള്ള സിമിലർ പോസ്റ്റിന് എത്ര രൂപയാണോ സാലറി കൊടുക്കുന്നത് അതേ സാലറി പാക്കേജ് തന്നെ നമ്മുടെ എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. The salary package offered is nearly equal to what the competitors are offering to equally qualified candidate for such a position. ആ ഒരു പൊസിഷന് വേണ്ടിയിട്ട് ഈക്വലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് കോമ്പറ്റീറ്റേഴ്സ് എത്രയാണോ ഓഫർ ചെയ്യുന്നത് അതിനോട് ഈക്വൽ ആയിട്ട് മേ ബി ഒരു ചെറിയൊരു എമൗണ്ട് ചിലപ്പോൾ കൂട്ടിക്കൊടുക്കാം. അങ്ങനെ വരുന്നൊരു ഓഫറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പറ്റീറ്റേഴ്സ് ജോബ് ഓഫർ. കോമ്പറ്റീറ്റേഴ്സ് എത്രയാണോ സാലറി കൊടുക്കുന്നത് അതേ എമൗണ്ട് സാലറി നമ്മളുടെ എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്നു. നെഗോട്ടിയേഷൻ ഓൺ ഓഫർ ഈസ് നോട്ട് ടോട്ടലി ഡിനൈഡ്. ഈ വരുന്ന ഓഫർ ചിലപ്പോൾ എല്ലാവരും ടോട്ടലി ഡിനൈ ചെയ്യില്ല. കാരണം എന്താണ്? ആ കോമ്പറ്റീറ്റേഴ്സിന്റെ കമ്പനിയിൽ സെയിം എമൗണ്ട് ആണ്, ഇവിടെ വർക്ക് ചെയ്താലും സെയിം എമൗണ്ട് ആണ്. ഇവിടെ ഞാൻ ഇന്റർവ്യൂവിന് പാസ്സായി, സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. കുഴപ്പമില്ല, ഡിനൈ ചെയ്യില്ല എല്ലാവരും. Even without intention to offend the company,
The top finalists are usually not interested in competitive job offer placed before them. എന്ന് വെച്ചാല് ടോപ്പ് ഫൈനലിസ്റ്റ് ഉണ്ടാവില്ലേ, ഏറ്റവും ഫസ്റ്റ് സെക്ഷൻ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത ഫൈനലിസ്റ്റിനൊന്നും ചിലപ്പോൾ ഈ ഒരു ഓഫർ ഇഷ്ടമാവണമെന്നില്ല. കാരണം എന്താണ്, എനിക്ക് ഇതിനേക്കാളും കൂടുതൽ സാലറി കിട്ടുന്ന അവർക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോ ചിലപ്പോൾ അവർ നമ്മളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തില്ല എന്ന് വരും. പക്ഷെ ഏകദേശം ഓക്കെ ആണ്, ഒരു അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ്, ഇവിടെ വർക്ക് ചെയ്താലും കുഴപ്പമില്ല, വേറെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു മെന്റാലിറ്റി ആണെങ്കിൽ അദ്ദേഹം നമ്മുടെ ഓർഗനൈസേഷനിൽ ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യും. കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റീവ് കമ്പനി ആ ഒരു സെയിം പോസ്റ്റില് അതേ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈക്വലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് എത്ര രൂപയാണോ സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതേ പാക്കേജ് ആയിരിക്കും നമ്മുടെ ഓർഗനൈസേഷനിൽ ആ ഒരു ജോബിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെയാണ് കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ടോപ്പ് ഫൈനലിസ്റ്റ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓഫറാണ് ഹൈ ജോബ് ഓഫർ. എന്ന് വെച്ചാല് കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇത്രയും ഉണ്ടാവുമല്ലോ. ഇപ്പൊ മാർക്കറ്റിൽ ഒരു അക്കൗണ്ടിന് 50,000 രൂപയാണ് സാലറി, നമ്മളിപ്പോ എന്ത് ചെയ്യും, ഒരു 70 രൂപ കൊടുക്കും, 70,000 കൊടുക്കാൻ വിചാരിക്കും. അപ്പൊ അതാണ് ഹൈ ജോബ് ഓഫർ. ഹൈ ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിനേക്കാളും ഹയർ ദാൻ ദ മാർക്കറ്റ് പ്രൈസ്. ദ ടോട്ടൽ പാക്കേജ് ഓഫർ ഹയർ ദാൻ ദ മാർക്കറ്റ് പ്രൈസ്. നമ്മൾ മാർക്കറ്റ് പ്രൈസിനേക്കാളും ഹയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓഫർ കൊടുക്കും. In high job offer, the total package offered in higher than the market price. Market price നേക്കാളും നമ്മൾ എന്ത് ചെയ്യും, ഹയർ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, കോമ്പൻസേഷൻ പാക്കേജ് കൊടുക്കും. Negotiation on the package further may not be entirely denied. ഒരു കാരണവശാലും ഹൈ ജോബ് ഓഫർ ആണെങ്കിൽ എന്തായാലും അവർ എന്ത് ചെയ്യില്ല, ഡിനേ ചെയ്യില്ല, വേണ്ടാന്ന് വെക്കില്ല. The organization giving high job offer are considered more attractive among the employees for whom monetary benefits matter. അപ്പൊ മോണിറ്ററി ആയിട്ട് ബെനിഫിറ്റ്സ് കുറച്ച് ശ്രദ്ധിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ഹൈ ജോബ് ഓഫർ ആണെങ്കിൽ അവർ കുറച്ചും കൂടി അട്രാക്റ്റഡ് ആവും. കാരണം എന്താണ്, ഹൈ ജോബ് ഓഫർ ആണ് വെച്ചിരിക്കുന്നത്, മേ ബി എനിക്ക് വർക്ക് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടാവും, ഇൻജക്ഷൻ ഉണ്ടാവും. ഇറ്റ് ഓൾസോ ബൂസ്റ്റ് ദ ഓർഗനൈസേഷൻ ഇമേജ്. ഒരു ഓർഗനൈസേഷന്റെ ഇമേജ് കൂട്ടിക്കാണിക്കാൻ എന്ത് ചെയ്യും, ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഒരു ഹൈ ജോബ് ഓഫർ, അവരുടെ എംപ്ലോയിക്ക് 50,000 ബേസിക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തോരം ഇൻകം ഉണ്ടാവും, ഒരു ഗുഡ് വിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ടു സ്റ്റേ അവേ ഫ്രം ഡിസ്പാരിറ്റി എമോങ് ദ എംപ്ലോയീസ് ആൻഡ് അവോയ്ഡ് മോറൽ ഇഷ്യൂ ബിറ്റ്വീൻ ദം. സാധാരണയായിട്ട് ഇപ്പോ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു ഹയർ എമൗണ്ട് കൊടുത്തൊരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും നാള് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത എംപ്ലോയീസിന് ഒരു പ്രശ്നം ഉണ്ടാവില്ലേ, അവർക്ക് മോറൽ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. Firm believe is giving the new hires a one-time incentive like joining bonus. എന്ന് വെച്ചാൽ ഈ പുതുതായിട്ട് ഹയർ ചെയ്യുന്ന എംപ്ലോയീസിന് ഒരു വൺ ടൈം ഇൻസെന്റീവ് പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എമൗണ്ട് കൊടുക്കുന്നത്. Reallocation expense or early performance review, so that their salary incentive shown as increase. എന്ന് വെച്ചാൽ നമ്മൾ ഫിക്സഡ് ആയിട്ട് കൊടുക്കുകയാണല്ലോ, പിന്നെ നമ്മൾ അവിടെ നിന്ന് പാറായിരിക്കും. അദ്ദേഹം എത്ര നാൾ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്താലും ആ എമൗണ്ട് എങ്ങനെയായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നോക്കിയിട്ടോ ബോണസോ അങ്ങനെ ഒന്നും കൊടുക്കൂല, ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പേ ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കും ഹൈ ജോബ് ഓഫർ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാത്ത എംപ്ലോയീസിന് ബോണസ്, മറ്റ് അലവൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. കാരണം എംപ്ലോയീസ് തമ്മിൽ മോറൽ ഇഷ്യൂസ് വരണ്ടാലോ. സെയിം ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് നമ്മൾ 50,000 കൊടുക്കുന്നു, മറ്റൊരാൾക്ക് 35,000 കൊടുക്കുന്നു. അപ്പൊ ഒരു ഡിസ്പാരിറ്റി തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് എന്താണ്, മറ്റു ബോണസും കാര്യങ്ങളും ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, പ്രൊവൈഡ് ചെയ്യില്ല. Apart from these initial preference, their salary kept at par. Par എന്ന് വെച്ചാൽ അറിയാലോ, ഫേസ് വാല്യൂ. നമ്മൾ എത്ര രൂപയാണോ ഹൈ ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞത് ആ എമൗണ്ട് തന്നെയായിരിക്കും പിന്നീട് ആ ഒരു എംപ്ലോയിക്ക് നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. വിത്ത് ദ അതർ എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻസ്. മറ്റുള്ള എംപ്ലോയീസിനേക്കാളും ഇയാൾക്ക് പാറായിരിക്കും, ഫേസ് വാല്യൂ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈ ജോബ് ഓഫർ എന്ന് പറഞ്ഞാല് മാർക്കറ്റ് പ്രൈസിനേക്കാളും ഹയർ ദാൻ ദ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, കോമ്പൻസേഷൻ പാക്കേജ് ആയിട്ട് ഓഫർ ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് എന്ത്, ഹൈ ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഈ ഹൈ ജോബ് ഓഫർ ആണെങ്കിൽ അത് എന്ത് ചെയ്യില്ല, എൻറ്റയർലി ഡിനേ ചെയ്യില്ല. മോണിറ്ററി ബെനിഫിറ്റ്സ് മാറ്റർ ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്. മോണിറ്ററി ബെനിഫിറ്റ്സ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്തായാലും ഹൈ ജോബ് ഓഫർ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, എന്താണ് കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ എന്നും എന്താണ് ഹൈ ജോബ് ഓഫർ എന്ന് റീഡ് ചെയ്തേ.
എന്താണ് കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ എന്നും എന്താണ് ഹൈ ജോബ് ഓഫർ എന്നും മനസ്സിലായോ? നെക്സ്റ്റ് ആണ് മാക്സിമം ജോബ് ഓഫർ. ഒരു വ്യക്തിക്ക് ആ ഒരു ജോബിന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പോസിബിൾ റെമ്യൂണറേഷനെയാണ്, ഏറ്റവും മാക്സിമം എമൗണ്ട് ആയിരിക്കും ആര് വെക്കുന്നത്, ഈ ഒരു കമ്പനി വെക്കുന്നത്. എന്താണ് മാക്സിമം ജോബ് ഓഫർ എന്ന് പറയും. ഈ മുകളിൽ പറഞ്ഞ 3 കേസും അക്സെപ്റ്റ് ചെയ്യാത്ത എംപ്ലോയി ആണെങ്കിൽ അദ്ദേഹത്തിന് വെക്കുന്ന ജോബ് ഓഫർ ആയിരിക്കും മാക്സിമം ജോബ് ഓഫർ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പിന്നെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല അത്രയും വലിയൊരു സാലറി പാക്കേജ് കിട്ടും എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അത്രയും മാക്സിമം എമൗണ്ട് ആയിരിക്കും എന്ത് നമുക്ക് ജോബ് ഓഫർ കിട്ടുന്നത്. എന്ന് വെച്ചാൽ അത്രയും എമൗണ്ട് ആയിരിക്കും ആ ഒരു ജോബ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ ഹൈ എമൗണ്ട് ആയിരിക്കും എന്ത് മാക്സിമം ജോബ് ഓഫറിൽ വരുന്നത്. നോക്കാട്ടോ. In this type of offer, the firm provides its best possible remuneration to the selected candidates. ആ selected candidatesന് ജീവിതത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ചില അദ്ദേഹത്തിന്റെ എക്സ്പെക്ടേഷന് അപ്പുറമായിരിക്കും ആ ഒരു സാലറി. ഫർദർ നെഗോട്ടിയേഷൻ ഇസ് നോട്ട് അക്സെപ്റ്റഡ്. ഒരു കാരണവശാലും അത് എന്ത് ചെയ്യില്ല, റിജക്ട് ചെയ്യില്ല. വൺസ് ദ ഓഫർ ഇസ് മെയ്ഡ്, it can be any of the 3 job offer, that is either low or competitive or high job offer. ഇത് 3 അല്ലാതെ വരുന്ന മറ്റൊരു ഓഫറിനെയാണ് നമ്മൾ മാക്സിമം ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഈ 3 ഓഫറും അക്സെപ്റ്റ് ചെയ്യാത്തൊരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫറാണ് എന്ത് മാക്സിമം ജോബ് ഓഫർ എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനി ക്ലിയർലി സ്പെസിഫൈ ചെയ്യും, ഇന്നൊരു പോസ്റ്റിന് ഞങ്ങൾക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഇത്രയാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലീവ് ചെയ്യാം. ഓക്കെ. The company very clearly specify that it has offered all it can afford for the post and convey its genuine interest in the finalist. ഞങ്ങൾക്ക് ഇത്രയുമാണ് ഈ ഒരു ജോലിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോമ്പൻസേഷൻ തരാൻ പറ്റുള്ളൂ എന്ന് കൺവേ ചെയ്യും. ആൻഡ് ലീവ് ഇറ്റ് ടു ദ ഫൈനലിസ്റ്റ് ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ ഓഫർ. എന്നാൽ നമ്മൾ ഫൈനലിസ്റ്റിനോട് പറയും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, otherwise നിങ്ങൾക്ക് റിജക്ട് ചെയ്യാം. It tries to eradicate any kinds of negative feeling which may arise in the mind of finalists as the offer made might below their expectation. അവരെ എക്സ്പെക്ട് ചെയ്യുന്നതിലും ബിലോ ആയിരിക്കില്ല. കാരണം ആ ഒരു പ്രശ്നം അവരുടെ മൈൻഡിൽ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്സിമം ജോബ് ഓഫർ കൊടുക്കുന്നത്. അവരുടെ എക്സ്പെക്ടേഷനേക്കാളും ഹൈ ആയിരിക്കും എന്ത് നമ്മൾ കൊടുക്കുന്ന കോമ്പൻസേഷൻ. This strategy work best when the organization offer the candidate's package that is less than his current package. അപ്പം ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത പാക്കേജ് എന്ന് പറയുന്നത് എംപ്ലോയിയുടെ കറന്റ് സാലറിയേക്കാളും എന്താണ് കറന്റ് സാലറി കുറവായിരിക്കും, നമ്മൾ കൊടുത്ത പാക്കേജ് കൂടുതലായിരിക്കും. ഇപ്പോ ഒരാൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ 20,000 സാലറി കിട്ടിയത്, നമ്മൾ എത്ര കൊടുക്കും, 30,000 കൊടുത്തു. ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യും, നമ്മുടെ കൂടെ വർക്ക് ചെയ്യും, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരികയും ചെയ്യും, നമ്മുടെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യും. ഇതാണ് മാക്സിമം ജോബ് ഓഫർ. ഇത് ഡിനേ ചെയ്യാനുള്ള ഒരു ചാൻസും ഇല്ല. ഏറ്റവും ബെസ്റ്റ് റെമ്യൂണറേഷൻ ആണ് സെലക്ടഡ് കാൻഡിഡേറ്റ്സിന് നമ്മുടെ ഫേമിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് റെമ്യൂണറേഷൻ ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, മാക്സിമം ജോബ് ഓഫറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് റീഡ് ചെയ്തേ മാക്സിമം ജോബ് ഓഫർ എന്താണെന്നും ഈ 3 ഓഫർ കൊടുക്കാത്ത ഒരു വ്യക്തിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫറാണ് മാക്സിമം ജോബ് ഓഫർ.
റീഡ് ചെയ്ത് നോക്കിയോ? ഓക്കെ, ഇനി നമ്മൾ ഓഫർ ലെറ്ററിലേക്ക് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓഫറിലേക്ക് തന്നെ വരാണ്. കണ്ടന്റ്സ് ഓഫ് ഓഫർ ലെറ്റർ. ഈ കണ്ടീഷൻസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഓഫർ ലെറ്റർ മാറി കഴിഞ്ഞാൽ എന്തെല്ലാം കണ്ടന്റ്സ് നോർമലി അതിൽ ഓഫർ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓഫറിംഗ് ജോബ് പൊസിഷൻ, നമ്മൾ ഏത് പൊസിഷനാണ് നമ്മൾ ഓഫർ ചെയ്തിരിക്കുന്നത് ആ പൊസിഷൻ ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. റെമ്യൂണറേഷൻ ഇൻക്ലൂഡഡ്, എത്രയാണ് സാലറി എന്നുള്ളത് ഉണ്ടാവും. എംപ്ലോയീസ് ബെനിഫിറ്റ്സ്, മറ്റെന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നുണ്ടാവും. പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് സാലറി ഇൻക്രിമെന്റ് പീരീഡ്. പെർഫോമൻസ് അപ്രൈസൽ എങ്ങനെയാണ്, സാലറി എത്ര ഇൻക്രിമെന്റ് ഉണ്ടാവും. സോ നമ്മൾ പറയും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേസിക് എത്രയായിരിക്കും, 20 ആയിരിക്കും. ഒരു 6 months കഴിയുമ്പോൾ 5,000 വെച്ച് ഇൻക്രീസ് ആവും. അപ്പൊ ഇൻക്രിമെന്റ് പീരീഡുകൾ കാര്യങ്ങൾ ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡേറ്റ് ഓഫ് ജോയിനിങ്, എന്നാണ് ആ ജോബിന് ജോയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പ്ലേസ് ഓഫ് ദ പോസ്റ്റിംഗ്, ഏത് സ്ഥലത്തേക്കാണ് അത് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. പർട്ടിക്കുലർ കണ്ടീഷൻസ് ഓഫ് ദ ജോബ് ഓഫർ, ഇനി എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതും ക്ലിയർലി എന്തെങ്കിലും സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും, ജോബ് ഓഫറിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇൻഫർമേഷൻ റിലേറ്റഡ് ടു കമ്പനീസ് പോളിസി, ഇനി എനിത്തിങ് റിലേറ്റഡ് ടു കമ്പനി പോളിസി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. സ്പേസ് ഓർ ലൈൻ ടു സൈൻ ഫോർ ബോത്ത് എംപ്ലോയർ ആൻഡ് എംപ്ലോയർ, എംപ്ലോയിയും എംപ്ലോയി സൈൻ ചെയ്യാനുള്ള ഒരു പ്ലേസ് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. സ്പേസ് ഫോർ ദ ഡേറ്റ് ഓഫ് സിഗ്നേച്ചർ ലൈസ്, എന്താണ് ഡേറ്റ്, സൈൻ ചെയ്യുന്നതിന്റെ ഡേറ്റ് എന്ന് അതിൽ ക്ലിയർലി പറഞ്ഞിട്ടുണ്ടാവും. എന്തെല്ലാം കാര്യങ്ങളാണ് ഓഫർ കണ്ടന്റ് ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റിൽ ഉള്ളതെന്ന് നമ്മൾ നോക്കിയത്. ഓഫർ ഓഫ് ജോബ് പൊസിഷൻ, ഏത് പൊസിഷനിലേക്കാണ് എംപ്ലോയിനെ സെലക്ട് ചെയ്യുന്നത്. റെമ്യൂണറേഷൻ എത്രയാണ്, മറ്റ് ബെനിഫിറ്റ്സ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, പെർഫോമൻസ് അപ്രൈസൽ എങ്ങനെയായിരിക്കും, സാലറി ഇൻക്രിമെന്റ് എങ്ങനെയായിരിക്കും, എന്നാണ് ജോയിൻ ചെയ്യേണ്ട ഡേറ്റ്, എവിടെയാണ് ആ പ്ലേസ്, മേ ബി നമ്മുടെ അടുത്ത് തന്നെ ആവണമെന്നില്ല. അപ്പൊ ഡേറ്റ് കുറച്ച് ദൂരെയുള്ള സ്ഥലമാണെങ്കിൽ എന്താണ് നമുക്ക് ഡേറ്റ് ഓഫ് ജോയിനിങ് കുറച്ചും കൂടി കൂട്ടിക്ക് തരും. അതേപോലെ തന്നെ പർട്ടിക്കുലർ കണ്ടീഷൻ ഓഫ് ദി ജോബ് ഓഫർ, നമ്മൾ പറഞ്ഞില്ല നേരത്തെ കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ കമ്പനീസ് പോളിസി, എന്തെങ്കിലും കമ്പനിയുടെ പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ആ ഒരു ഓഫറിൽ ഉണ്ടാവാം. പിന്നെ എംപ്ലോയി സൈൻ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും, ഡേറ്റ് ചെയ്താനുള്ള സ്പേസ് ഉണ്ടാവും. നമുക്കൊരു ഫോർമാറ്റ് നോക്കിയാലോ, ഒരു സാമ്പിൾ ഓഫ് ജോബ് ഓഫർ എംപ്ലോയ്മെന്റിന്റെ ഒരു സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ കാണുന്ന ഒരു സാമ്പിൾ ആണ്. ഓക്കെ, അതിൽ തന്നെ ലെറ്റർ ഹെഡ് ആയിരിക്കും, കമ്പനിയുടെ ഇൻഫർമേഷൻസും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒരു ലെറ്റർ ഹെഡ് ആയിരിക്കും ഫസ്റ്റ് തന്നെ ഉണ്ടാവുക. ദെൻ ഡേറ്റ്, നെയിം ഓഫ് ദ റെസിപ്റ്റന്റ്, ആർക്കാണ് നമ്മൾ അയക്കുന്നത്, ടൈറ്റിൽ, നെയിം ഓഫ് ദ കമ്പനി, ആ ഒരു എംപ്ലോയി ഓൾറെഡി വർക്ക് ചെയ്യുകയാണെങ്കിൽ നെയിം ഓഫ് ദ റെസിപ്റ്റന്റ്, ടൈറ്റിൽ, നെയിം ഓഫ് ദ കമ്പനി, അഡ്രസ് ഓഫ് ദ കമ്പനി, എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ആ ഡിയർ ആർക്കാണോ ആ പേരുണ്ടാവും. ഇറ്റ് ഈസ് ദ മാറ്റർ ഓഫ് ഗ്രേറ്റ് പ്ലഷർ ഫോർ അസ് ടു ഗീവ് യു ആൻ ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് അറ്റ് ഡാഷ് നെയിം ഓഫ് ദ കമ്പനി. ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ അയക്കാൻ പറ്റിയതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു, സന്തോഷവതിയാണ്. വി ഹോപ്പ് ദാറ്റ് യുവർ നോളജ്, സ്കിൽ, എബിലിറ്റി ആൻഡ് എക്സ്പീരിയൻസ് വിൽ പ്രൂവ് ടു ബി ദ അസറ്റ്സ് ഓഫ് അവർ കമ്പനി. നിങ്ങളുടെ നോളജും സ്കില്ലും എബിലിറ്റീസും എക്സ്പീരിയൻസും ഞങ്ങളുടെ കമ്പനിയുടെ ഒരു അസറ്റ് ആകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ആസ് പെർ ദ കോൺവെർസേഷൻ, ഇന്റർവ്യൂവിൽ നടത്തിയ കോൺവെർസേഷൻ പ്രകാരം ദ പൊസിഷൻ ഈസ് ഡെസിഗ്നേഷൻ, അക്കൗണ്ടന്റ് ആണെങ്കിൽ അക്കൗണ്ടന്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. പൊസിഷൻ എന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. യുവർ ഡേറ്റ് ഓഫ് ജോയിനിങ് വിൽ ബി, ജോയിനിങ് ഡേറ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ദ എൻക്ലോസ്ഡ് ഓഫ് ദ എംപ്ലോയി ഹാൻഡ് ബുക്ക് give the brief details about the medical and retirement gains offered by our company. നമ്മൾ ഈ ഒരു ഓഫർ ലെറ്ററിനോടൊപ്പം എന്തെല്ലാം കൊടുക്കുന്നുണ്ട്, മെഡിക്കൽ ആൻഡ് റിട്ടയർമെന്റ് ഗെയിംസിനെ കുറിച്ചിട്ടുള്ളൊരു എന്താണ് ഹാൻഡ് ബുക്കും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് റീഡ് ചെയ്യാവുന്നതാണ്. ഇഫ് യു ആക്സെപ്റ്റ് ദി
this employment offer. Your employment offer accept cheyanandi, you have to put your signature on the second copy of the particular offer letter. Appo idinu kude oru second copy kude undu, adile nammal ningal endu cheyanam, sign cheyanam in provided place and return back to us. നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം, അത് ഞങ്ങൾക്ക് തിരിച്ചയക്കേണ്ടതാണ്. യുവർ കൺവീനിയൻസ്, നിങ്ങളുടെ കൺവീനിയൻസ് പ്രകാരം ഒരു സ്റ്റാമ്പ്ഡ് ആൻഡ് സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് ഈസ് എൻക്ലോസ്ഡ് therein. ഒരു സ്റ്റാമ്പ്ഡ് സെൽഫ് അഡ്രസ്ഡ് ആൻഡ് എൻവലപ്പും ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു നമ്മളെ സൈൻ ചെയ്തിട്ട് അതിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ലുക്കിംഗ് ഫോർവേഡ് ടു വെൽക്കമിങ് യു ആർ our new employee and working with our company. നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, വെൽക്കം ചെയ്യുകയാണ്. താങ്ക് യു ആൻഡ് റിഗാർഡ്സ്, നമ്മൾ അയക്കുന്ന എംപ്ലോയറിന്റെ നെയിം, ടൈറ്റിൽ, എൻക്ലോഷർ, ഇത്രയും കാര്യങ്ങൾ ഇതിലുണ്ടാവും. ഒരു സിമ്പിൾ ഓഫർ ലെറ്ററിൽ സാധാരണയായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. എന്താണ് കണ്ടന്റ്സ് ഓഫ് ജോബ് ഓഫർ എന്നും ആ ഒരു സാമ്പിളും ഒന്ന് നോക്കിയേ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ റീഡ് ചെയ്യാം, മോക്ക് ടെസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം, മടിയൊന്നും കാണിക്കേണ്ട. മോക്ക് ടെസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ താങ്ക് യു ഓൾ.